സത്യം പറഞ്ഞ് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴത്തെ പാട്ടുകാരോട് എനിക്കൊരു സങ്കടം തോന്നാറുണ്ട്. കാരണം പല സിനിമകളിലും ടൈറ്റിൽ അവരുടെ പേര് ഏറ്റവും ഒടുവിലൊക്കെ വരുന്നത്. അത് കാണാനൊരു മനുഷ്യരിക്കാറില്ല. സിനിമ കഴിയുമ്പോൾ എല്ലാവരും എണീറ്റ് പോകും. ഇപ്പോൾ അവസാനം വരുന്ന ക്രെഡിറ്റ്സ് ഒന്നും ആരും വായിക്കാറില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകണം. അത് മാത്രമല്ല, പിന്നെ പണ്ടത്തെ കാലത്ത് ഒരു ഹീറോയിന് ഒരു ശബ്ദം, അങ്ങനെയായിരുന്നു പാട്ടുകൾ വച്ചിരുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹീറോയിനും സെക്കൻഡ് ഹീറോയിനും രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് സിംഗേഴ്സ് ആയിരിക്കും പാടുക. അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. അപ്പോഴൊക്കെ പാട്ടുകാർക്കൊരു പ്രാധാന്യവും ആ പാട്ടുകൾക്കൊരു ഇമ്പോർട്ടൻസും ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരേ ഹീറോയിന് തന്നെ 4-5 പേരും ഒക്കെ പാടുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ പറ്റില്ല. അത് ആരിങ്ങനെ ആക്കി എന്നുള്ളതിനും എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ അത് വലിയ സങ്കടം തോന്നാറുണ്ട്. പാട്ടുകാർ ഇത്രയും പാടിയാൽ ഒരു ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല, അവർക്ക് പലപ്പോഴും പേയ്മെൻറ്റും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊരു കഷ്ടകാലം. പിന്നെ പാട്ടുകാരുടെ എണ്ണം അങ്ങ് ഒരുപാട് കൂടി. ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ കൂടെ എത്രയോ പാട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേർക്കും അവസരങ്ങൾ ഉണ്ടായാൽ തന്നെ എത്ര പേരുടെ പേര് ഓർമ്മ നിൽക്കും? ഇതൊക്കെയാണ്. അപ്പം ഒരു ഗായിക അല്ലെങ്കിൽ ഗായകന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ എക്സ്പേർട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ നല്ല പാട്ടുകൾ പാടാൻ പറ്റുക, എല്ലാ തരം പാട്ടുകളും ഒരേ ഒരു സ്റ്റൈലിൽ മാത്രം ഒതുക്കപ്പെടാതെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം. മലയാളത്തിൽ പിന്നെയും അങ്ങനെയുള്ള പാട്ടുകൾ വളരെ കുറച്ചേ, ഈ ഒരു എന്താ പറയണ്ടേ, വേറൊരു രീതിയിലേക്ക് പോകുന്ന പാട്ടുകൾ വളരെ കുറച്ചേ മലയാളത്തിലുള്ളൂ. പക്ഷേ അന്യഭാഷകളിൽ അതാണ് ഏറ്റവും കൂടുതലുള്ളത്. മലയാളത്തിൽ ഇപ്പോൾ പല സിനിമകളിലും പഴയ കവിതകളൊക്കെ എടുത്ത് വീണ്ടും ചെയ്തു വരാറുണ്ട്. പണ്ടൊക്കെ ഞാനിപ്പം ശ്രീകുമാരൻ നമ്പി സാറിനെ പോലെയുള്ള ഗാനരചയിതാക്കളോടൊപ്പം സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആദ്യം കവിത എഴുതി കഴിഞ്ഞ് ട്യൂൺ ചെയ്യുന്നൊരു രീതിയായിരുന്നു പണ്ട്. റേഡിയോ സ്റ്റേഷനിൽ ഇപ്പോഴും അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? ഒരു കവിത കിട്ടുന്നതിനനുസരിച്ചല്ലേ അവർ ലളിതഗാനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്ന അങ്ങനെയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കമ്പോസ് ചെയ്ത് അതിന് എഴുതണം. അപ്പോൾ അതിനും ചില എക്സ്പേർട്സ്, ഗിരീഷ് പുത്തഞ്ചേരി സാറൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ പറയണ്ട, ഒരു സന്തം എന്ന് പറയും തമിഴിൽ ഒരു തത്തന എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാ അതിൽ എഴുതുക എന്നുള്ളതിൽ വലിയ എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി കവിതയുടെ ഇത് കുറഞ്ഞു. പലപ്പോഴും പല ലിറിസിസ്റ്റുകൾ എപ്പോഴും പറയാറുണ്ട് മ്യൂസിക് ഡയറക്ടറിനെയും സിംഗറിനെയും പെട്ടെന്ന് ഓർക്കും, പക്ഷേ ഗാനരചയിതാക്കളെ പെട്ടെന്ന് ഓർക്കാറില്ല പലപ്പോഴും. അങ്ങനെയൊക്കെയുള്ളൊരു കാലം വന്നുപോയി. സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഇതാരുടെ ഉത്തരവാദിത്വമാണ്? പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. എപ്പോഴും ഒരു റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒത്തുകൂടി ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ പാട്ടുകൾ എഴുതിയ ആൾക്കാരെ നമ്മൾ മറക്കില്ല. എഴുതി കൊടുത്തിട്ട് റെക്കോർഡിങ്ങിന് വരാണ്ടിരിക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ ഓർത്തും. ബുക്കിലുണ്ടാവും പേര്, പക്ഷേ നമ്മൾ അവിടെ പാടുമ്പോൾ ആ സീനൊക്കെ ഓർക്കുമ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഓർത്തേനെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അല്ല, എപ്പോഴും നമ്മളിപ്പോൾ കാലത്തിനൊത്ത് നമ്മളും കുറച്ചൊക്കെ മാറണം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പണ്ടത്തെ കാലത്ത് ഇപ്പം നമ്മുടെ മനസ്സിൽ ഗായകർ എന്ന് പറയുമ്പം അവരെ എപ്പോഴും കൂടുതലൊരു സംഗീതക്കാർക്കൊരു പ്രത്യേക മര്യാദയായിരുന്നു. എന്നുവെച്ചാൽ അവരുടെ വേഷവിധാനമാണെങ്കിൽ ഇപ്പോൾ സുശീലമ്മ, ജാനകിയമ്മ, ലതാജി അവരെയൊക്കെ നോക്കുമ്പോൾ തന്നെ അവരെപ്പോഴും ഒരു അങ്ങനെ സാരിയൊക്കെ പുതച്ച് വളരെ മാന്യമായ രീതിയിൽ നമുക്ക് കാർക്ക് കണ്ടാലും കൈയെടുത്ത് തൊഴാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വേഷവിധാനമായിരുന്നു. അതൊക്കെ ഇപ്പം ഒരുപാട് മാറിപ്പോയി. ഞാൻ അവർ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇപ്പം കാലം മാറുമ്പോൾ അവർ മാറും, ഇഷ്ടമുള്ള വേഷം ഇട്ടു. പക്ഷേ മാന്യത വിടരുത്, വൾഗാരിറ്റി എന്നുള്ളൊരു സാധനം വരാതെ ഉള്ള വിധത്തിൽ അവരെന്ത് വേഷം ഇട്ടാലും അതിനൊരു പ്രശ്നവുമില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ കുറച്ചൊക്കെ ഒരു സങ്കുചിത മനസ്ഥിതി എനിക്കും ഉണ്ടില്ല എന്നല്ല, പക്ഷേ എന്നാലും ഞാൻ ഒരുവിധമൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഒരു വൃത്തികെട്ട വസ്ത്രധാരണം അങ്ങനെ ആവരുത്. പാട്ടുകാർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ളൊരു ആക്ടിങ് ഫീൽഡ് വേറെ, സിംഗിങ് ഫീൽഡ് വേറെ. അവരുടെ പോലെ ആകണം എന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത് എപ്പോഴും. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയണ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടില്ല എന്നല്ല. ആഹാര സാധനങ്ങളാണെങ്കിൽ പോലും ഇപ്പം എന്താ പറയണ്ടേ, എല്ലാവർക്കും വീട്ടിൽ കുക്ക് ചെയ്യുന്നവർ തന്നെ വളരെ കുറവെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന് മനസ്സിലാക്കുന്നത്. ഏത് മുക്കിന് പോയാലും ഒരു 4-5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, എല്ലാത്തിലും നിറച്ച് വാളുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? ആരും വീട്ടിലൊന്നും ഉണ്ടാക്കണില്ല എന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ
ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ രണ്ടുപേരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് ചെയ്താൽ നന്നായി. അല്ലെങ്കിൽ എല്ലാവരും അല്പായുസിൽ പോകും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ലൈഫ് ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കാലം പോയത് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഞാൻ പാടി തുടങ്ങിയ സമയത്ത് അങ്ങ് പെട്ടെന്ന് തിരക്കിലോട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര പാട്ട് പാടിയെന്ന് എത്ര വർഷമായി എന്നുള്ളതൊന്നും ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ എന്നും രാവിലെ എണീക്കും, ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് റെക്കോർഡിങ്ങിന് പോയി രാത്രി വരെ പാടി തിരിച്ചു വന്നു. അങ്ങനെ ഒരു ലൈഫിലോട്ടായിപ്പോയി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മറ്റുള്ള പലരുടെയും പോലെ ഒരു ജീവിതം ആസ്വദിച്ചോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ അങ്ങനെ എൻജോയ് ചെയ്യത്തക്കുന്ന പ്ലഷർ ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. അതേസമയം പ്രോഗ്രാംസിന് പോകുമ്പോൾ നമ്മൾ അതൊരു ഉത്തരവാദിത്വമായിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ സ്ഥലം കാണാനോ കറങ്ങി നടക്കാനോ ഒന്നും അങ്ങനെ അന്ന് ശ്രമിച്ചിട്ടില്ല. പോവുക, സുഖം വല്ലതും വന്നു പോയാൽ പിന്നെ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒരിടത്തും പോവില്ല. തലയൊക്കെ കെട്ടിമൂടി റൂമിൽ തന്നെ ഇരിക്കും, പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. അങ്ങനെയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പം അങ്ങനെ വലിയൊരു ആഗ്രഹവും ഇല്ല. എപ്പോഴെങ്കിലും കൂടെ എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്ന് പോവുക എന്നുള്ളതല്ലാതെ അങ്ങനെയായി. സൗഹൃദം എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് ഇപ്പോഴും ഞങ്ങൾ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നവരുണ്ട്. SMS വഴിയാണെങ്കിലും ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് എപ്പോഴെങ്കിലും ഞങ്ങൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും ഒന്നുകിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും വീടെങ്കിലും ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ തവണയും നടന്നിട്ടില്ല, പക്ഷേ കുറച്ച് തവണയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഇപ്പോൾ SMS ഇമെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ടച്ചിൽ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് തിരക്കായി പോയത് കൊണ്ട് എന്നെ ഒരുപാട് എപ്പോഴും വിളിച്ചങ്ങനെ ഇല്ല. എപ്പോഴെങ്കിലും കൂടെ വിളിക്കും. ന്യൂ ഇയർ വിഷ് ചെയ്യാനോ ബർത്ത്ഡേ വിഷ് ചെയ്യാനോ ഒക്കെ വിളിക്കും. ഇപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, ഫേസ്ബുക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ മോളുടെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്നെ അമ്മയായിട്ട് കാണുന്ന ഒരുപാട് പറഞ്ഞാൽ ലോകം മുഴുവൻ എനിക്ക് ഒരുപാട് മക്കളുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്നെ അമ്മയെന്ന് വിളിക്കുകയും എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും സുഖമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസാദമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് കുറേ മക്കളെ എനിക്ക് ദൈവം കൊണ്ട് തന്നു. അതാണ് ഇപ്പോഴത്തെ. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞും അവർക്ക് റിപ്ലൈ കൊടുത്തും എൻ്റെ റെക്കോർഡിങ് പാടിയൊക്കെ എൻ്റെ ജീവിതം അങ്ങ് പോന്നു. എനിക്ക് പാട്ടുകാരോട് പറയാനുള്ളത്, പൊതുവെ ഇപ്പോൾ ഒരുപാട് സംഗീത സംവിധായകർ പറയുന്ന ഒരു പരാതിയാണ് അവർക്ക് ഡെഡിക്കേഷൻ ഇല്ലയെന്ന്. അങ്ങനെ ഒരു പരാതി പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാൾ പാടിക്കഴിഞ്ഞാൽ അടുത്ത പാട്ട് പാടാൻ ഞാൻ ആ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ മുമ്പ് പാടിയിട്ട് പോയ ആൾ പാട്ട് എഴുതിയ പേപ്പർ ആ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കും. അതൊന്ന് കളക്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അവനവന് പാടിയ പാട്ടൊന്ന് മടക്കി ബാഗിൽ വെച്ച് കൊണ്ടുപോകാനോ കെയർ ചെയ്യാറില്ല. അപ്പോൾ ഇവരൊക്കെ പറയണത് റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഒരു ടേപ്പ് റെക്കോർഡറോ സ്വന്തം ഹെഡ്ഫോണോ ഒരു പേന പോലും ഇല്ലാണ്ടാണ് വരുന്നത്. എന്നിട്ട് അതൊരു കുറ്റമായിട്ട് പലരും കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള പേരൊന്നും കേൾപ്പിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് മാക്സിമം 100% മ്യൂസിക് ഡയറക്ടർ ഓക്കെ, അവർക്കിഷ്ടമായി, അവർക്ക് ആ പാടിയ എക്സ്പ്രഷൻ ഓക്കെ ആയെന്ന് പറയണ വരെ പാടി സഹകരിക്കണം അവരോട്. അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താ പറയണ്ടേ, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഐശ്വര്യം നിറഞ്ഞ സമ്പൽ സമൃദ്ധി ഉള്ളൊരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം എല്ലാവർക്കും.